ദൈവനാമത്തിന് മഹത്വം. 22-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇന്നത്തെ വചനധ്യാനം ആരംഭിക്കാം. അങ്ങല്ലയോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഉദരം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ചിലവഴിക്കുന്ന സമയമാണ്. സാവധാനം നമ്മുടെ മനസ്സിനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം. ലോകത്തിലാരും അറിയാത്തൊരു കാലം, ആരും കാണാത്തൊരു കാലം, ആരും മനസ്സിലാക്കാത്തൊരു കാലം. അത് പൊതുവെ 9 മാസമാണ്. ആ കാലം നമ്മുടെ ആയുഷ്കാലത്തിൽ പെടുത്തിയിട്ടില്ല. പതിനാല് 3/1959 എൻ്റെ ജന്മദിനം പാസ്പോർട്ടിൽ കിടക്കുന്നത്. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഡേറ്റാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം. അക്കാലത്ത് എഴുതിയിട്ടതോ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതോ ആയ ഒരു ഡേറ്റിനെ ഡേറ്റ് ഓഫ് ബർത്തായിട്ട് നമ്മളങ്ങ് എടുക്കുവാണ്. ഇന്ന് ഇച്ചിരിയുടെ കാലം പുരോഗമിച്ചതിനാലും മാതാപിതാക്കൾ എഡ്യൂക്കേറ്റഡ് ആയതിനാലും ജനന തീയതിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ ജനന തീയതി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനും ഇപ്പോഴത്തെ അമ്മമാർക്ക് താല്പര്യമുണ്ട്. നല്ല ദിവസത്തിൽ ജനിക്കാൻ വേണ്ടി സിസേറിയനൊക്കെ ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറയാൻ വരുന്നത് ഇതാണ്: ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിന് 3 കാലമുണ്ട്. ഒന്ന് ഭൂമിയിൽ ചിലവഴിച്ച കാലം, 2 ദൈവത്തിൻ്റെ പ്രത്യേക പരിധിക്കകത്ത് നാം ആകുന്ന കാലം, നിത്യത. അതിനു മുമ്പൊരു കാലം ഗർഭപാത്രത്തിലെ കാലം. 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ നീയാണ് പുറത്തു കൊണ്ടുവന്നത്. മനുഷ്യജനനം എന്തൊരു അത്ഭുതമാണ്. കാട്ടിൽ കാട്ടാട് പ്രസവിച്ചാൽ കരുണ കാണിക്കുകയല്ലെന്നാണ് അതിനെക്കുറിച്ചുള്ള എഴുത്തുകളിൽ വായിക്കുന്നത്. വേണമെങ്കിൽ വളര് എന്ന മട്ടാണ്. ഒട്ടകപ്പക്ഷി മുട്ടയിടുന്നു, വേണമെങ്കിൽ വളര് എന്ന മട്ടാണ്. നാട്ടിലാണെങ്കിലും പശുവും ആടും നായും പൂച്ചയും ഒക്കെ അങ്ങനെയല്ലേ. പക്ഷെ മനുഷ്യന്റെ കുഞ്ഞ് ജനിക്കുന്നത് അസാധാരണമാണ്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അതിൽ കൂടുതൽ ഇവിടെ അത് പറയാൻ അറിവുമില്ല, അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും പറയട്ടെ, മനുഷ്യന്റെ കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിനെ സഹായിക്കാൻ ചിലരില്ലെങ്കിൽ ആ കുട്ടി മരണപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയുണ്ട്.
ഞാനൊരു കർഷകന്റെ മകനാണ്. ധാരാളം മൃഗങ്ങളെ വളർത്തി, ആടും പശുവും കോഴിയുമെല്ലാം. അപ്പോൾ ഈ മൃഗങ്ങൾ പ്രസവിച്ചാൽ ചിലപ്പോഴേ അമ്മ അറിയത്തുള്ളൂ. അമ്മ അറിയാതെയും പ്രസവിച്ച് കിടക്കുന്നിടത്ത് എന്ന കുഞ്ഞിനെ എടുത്തതും തന്നെ എഴുന്നേറ്റതും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ മനുഷ്യക്കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ അവശയാണ്. സഹായിക്കാൻ ആരെങ്കിലും വേണം. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ പ്രസവം സുഗമമാക്കിയത് നീയാണ്. ഇന്നെന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കത് ഓർമ്മയില്ല, നിങ്ങൾക്കത് അറിയില്ല. നിങ്ങളെ ആ കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് ദൈവം നിങ്ങളെ പരിപാലിച്ചു. ഉദരത്തിലെ സംരക്ഷണം. ആ കാലഘട്ടത്തിലാണ് നാം ഭൂമിയിൽ ജീവിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തത്. ഇനിയുള്ള കാലഘട്ടം നാം സ്വർഗത്തിൽ ജീവിക്കാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഗാഡ് ബ്ലെസ് യു.